എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു 7 കിലോമീറ്റർ നമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല. എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ. ഇതെന്തോ ഒരു ദുരൂഹതകൾ, ആർക്കും ഇറങ്ങാൻ പറ്റൂല. എന്തോ ഒളിച്ചു വെക്കണം എന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മളെ അതെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ, ചതിക്കും പോലെ. അപ്പോൾ നമ്മുടെ അർജുനനെ കാണാതായ വിവരം അതാണല്ലോ ഇപ്പോൾ സെൻസേഷൻ ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അർജുനെ കാണാതായതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം അത് അറിയാത്തവരായിട്ട് ഇനി ആരുമില്ല. എന്തായാലും അർജുനെ കാണാതായിട്ട് ഏകദേശം 1 ആഴ്ചയിലേറെയായി. നാഷണൽ ഹൈവേയിൽ ഗംഗാവലി നദിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നിർത്തിയിട്ടതായിരുന്നു പുള്ളിക്കാരൻ്റെ ലോറി. അതിൻ്റെ തൊട്ടടുത്തുള്ള 200 മീറ്റർ നീളമുള്ള മല ഇടിഞ്ഞു വീണു. ഏതായാലും ആദ്യത്തെ 5 ദിവസം ആ ഇടിഞ്ഞു വീണതിൻ്റെ അടുത്ത് നല്ല തിരച്ചിൽ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊന്നും അർജുനെ കിട്ടാതായതോടെ തിരച്ചിൽ വന്ന് തൊട്ടടുത്തുള്ള ഗംഗാവലി പുഴയിലേക്ക് മാറ്റി കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മലയിടിഞ്ഞു വീണതു കാരണം നദിയിൽ 3ഓളം കൂനകൾ രൂപാന്തരപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ഏകദേശം അത് 50 അടിയോളം വരുമെന്നാണ് പറയപ്പെടുന്നത്. അതിനിടയ്ക്ക് വലിയ ചർച്ചയായതാണ് ടാങ്കർ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടോ എന്ന്. കാരണം അർജുൻ്റെ വണ്ടി നിർത്തിയിട്ടിരുന്ന അതിൻ്റെ അടുത്ത് തന്നെ അവിടെ 2-3 ടാങ്കർ ലോറി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ഗ്യാസ് ടാങ്കർ ലോറി ആണെന്ന് തോന്നുന്നു. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മുകളിൽ മണ്ണിടിഞ്ഞ് വീഴുമ്പോഴേക്കും ബ്ലാസ്റ്റ് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പൊട്ടിത്തെറിക്കാൻ വരെ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടിത്തെറിച്ചാൽ എപ്പോഴും അവിടെ ഒരു സ്ഫോടനം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ഇന്നലെ കൂലങ്കഷമായിട്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നിരുന്നു. ഒരു ദൃക്സാക്ഷിയുടെ വോയിസ് റെക്കോർഡിങ്ങും ഇന്നലെ വന്നു. അപ്പോൾ അവരൊക്കെ പറയുന്നു അവിടെ ഉറപ്പായിട്ടും ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്ന്. ഇനി സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ വിചാരിക്കുന്നതിലും അപ്പുറത്തായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഒരു സ്ഫോടനം നടന്നാൽ വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണത്. കാരണം അത്രയും ദൂരത്തേക്ക് തെറിച്ച് വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ വേറൊരു ചർച്ചയും ഇതിൻ്റെ കൂടെ സജീവമായിട്ട് നടക്കുന്നുണ്ട്. കാരണം അർജുൻ ഉള്ളത് കരയിലാണോ പുഴയിലാണോ എന്നതാണ് ഈ ചർച്ച. അർജുൻ്റെ തന്നെ ഒരു അയൽവാസി പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. വണ്ടി ചരിയാനും സാധ്യതയുണ്ട്. 10 ടൺ വണ്ടി അന്നപ്പോ 50 ടൺ അത് തന്നെ വന്ന്, പിന്നെ മുകളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ ക്യാബിൻ എന്തുകൊണ്ട് ഇരുന്നൂടാ? കാരണം ഭാരത് ബൻസ് പറയുന്ന ഒന്നും അത്ര കറക്റ്റ് അല്ല. ഏത് വാഹനത്തിന്റെ മുകളിൽ, കാരണം ഒരു 4 കുത്തുകാലിന്റെ മുകളിലാണ്, ബാക്കിയെല്ലാം ഗ്ലാസ് ആണ്, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അതപ്പോ അതിന്റെ മുകളിലോട്ട് വലിയ പാറക്കഷ്ണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിൻ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യതയുണ്ട് എന്നാ എന്റെ ഒരു നിഗമനം. കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയൊരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരിത്. ആ സൈഡിൽ ഒരു ഓവുണ്ട്, ഇടത്ത് സൈഡ്. ആ ഓവ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള, കാരണം ആ ഓവിന് നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക. ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല. അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത്, പൊതഞ്ഞ്. അപ്പൊ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം വന്നാല് എന്തുകൊണ്ട് ടയറെല്ലാം പൊട്ടി താഴോട്ട് അമരാൻ സാധ്യതയില്ലേ എന്നാണ് എൻ്റെ ഒരു സംശയം പറയുന്നത്. കാരണം അത്ര ഒരു വെയിറ്റ്, കാരണം എത്ര ടണ്ണാണ് ഈ ഇതിന്റെ മുകളിലോട്ട് വീഴുന്നത്? പാറ കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ? കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നില്ല? കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട്. കാരണം ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നില്ല. കാരണം പിന്നെ മുകളിൽ ഇവര് പിന്നെ ഇത് വെക്കുമ്പോ പിന്നെ പാറക്കാണ് കൊടുക്കുന്നത്. ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറന്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മളെ ഒരു സംശയം. അപ്പോൾ കേട്ടിടത്തോളം പുള്ളി കറക്റ്റായിട്ട് പറയുന്നതായിട്ടാണ് തോന്നുന്നത്. കാരണം 200 മീറ്ററോളം വലിയ ഒരു മലയാണ് ഇടിഞ്ഞ് വീണത്. അപ്പോൾ അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെ താഴോട്ട് വീഴുമ്പോഴേക്കും ലോറി മൂടി പോകാനാണ് 90% സാധ്യത കൂടുതൽ. മാത്രവുമല്ല, ലോറി മൂടിയിട്ടുണ്ടെങ്കിൽ തന്നെ ഉയരമുള്ള മല ഇടിഞ്ഞ് വീണതിനാൽ അത്ര തന്നെ ലോറി താഴോട്ട് പോകാം. അപ്പോൾ
ലോറിയിൽ ഉണ്ടാകാൻ സാധ്യത വന്നിട്ട് ലോറി വന്നിട്ട് ഒരു 100, 150, 200 മീറ്റർ വരെ താഴെ ആകാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അപ്പോൾ അത്രയും ആഴത്തിൽ നിന്നും മണ്ണ് മാറ്റി നോക്കിയാൽ മാത്രമേ ലോറി ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ഉപരിതലത്തിലുള്ള ഒരു പരിശോധന മാത്രമാണ്. മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ച് മാത്രം അന്വേഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. അവിടെയുള്ള കല്ലും മണ്ണും ഒക്കെ മാറ്റി ആഴത്തിൽ നോക്കിയാൽ മാത്രമേ അത് കണ്ടുപിടിക്കുവാൻ പറ്റുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി അർജുൻ ഓട്ടിച്ച ലോറി ഉടമസ്ഥന് പറയാനുള്ളതൊന്ന് കേട്ടു നോക്കാം. പുഴയിലേക്ക് വീണിട്ടില്ല അറിയണ മൂന്നാമത്തെ ദിവസം അതിന്റെ ഫോൺ റിങ് അടിഞ്ഞെന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അതിന്റെ കൂടെ ഉള്ള ആളെ ഫോണിൽ റിങ് ഞാൻ കേട്ടതുമാണ് ആ ഫോണ് റിങ് അടിഞ്ഞത്. അപ്പോൾ കാണാതായതിനു ശേഷം മൂന്നാമത്തെ ദിവസം അർജുൻ്റെ ഫോണിൽ വിളിച്ചു നോക്കിയപ്പോഴേക്കും ആ ഫോണ് റിങ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു പറയുന്നത്. റിങ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അർജുൻ കരയിൽ തന്നെ ആയിരിക്കണം. പുഴയിലാണെങ്കിൽ അധിക നേരമൊന്നും ഫോൺ വന്ന് വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ അർജുനെ കാണാതായ അത് കരയിൽ വെച്ച് തന്നെ ആണോ എന്നുള്ളൊരു സംശയവും ബാക്കി നിൽക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളത്തിലൊക്കെ വീഴുകയാണെങ്കിൽ ഫോൺ വന്നിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ മാത്രമേ വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാധ്യതയുള്ളൂ. പക്ഷേ ഈ ഐഫോൺ പോലുള്ള ഫോണൊക്കെ ആണെങ്കിൽ ഒരു 2-3 ദിവസമെങ്കിലും വെള്ളത്തിൽ വീണാലും അത് വർക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് തന്നെ ഒരു വലിയ തെളിവാണ് അർജുൻ കരയിലാണ് ഉള്ളതെന്ന്. ഇതിനിടെ കർണാടക സർക്കാർ കാണിക്കുന്ന അനാസ്ഥയെക്കുറിച്ചിട്ടും കേരളത്തിൽ നിന്നെത്തിയ അന്വേഷണ സംഘങ്ങൾ പറയുന്നത് നമ്മൾക്കൊന്ന് കേൾക്കാം. ഞങ്ങളാണെങ്കിൽ നീന്തി പോയിട്ട് അവിടെ ഒക്കെ എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് പൈപ്പ് എന്നെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു. അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു 7 കിലോമീറ്റർ നമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി. ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല. എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ. എന്താണ് ഇപ്പൊ പോലീസിന്റെ ഭാഗത്തിന്റെ നിലപാട് എങ്ങനെയാണ്? പോലീസ് നമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നും ഒരു പെരുമാറിയിട്ടൊന്നുമില്ല. പക്ഷെ അവർ പറയുന്നുണ്ട് മുകളിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് മാറണം ഇങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ എല്ലാവരോടും വീടുള്ളവരും ചോദിക്കും. നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കും അറിയുന്ന രാഹുൽ ബ്രിഗേഡിന്റെ അവൻ സംസാരിച്ച് നോക്കി. ഇതെന്തോ ഒരു ദുരൂഹതകൾ ആർക്കും ഇറങ്ങാൻ പറ്റൂല. എന്തോ ഒക്കെ ഒളിച്ചു വെക്കണം എന്നുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. നമ്മളെ അതെ ഒളിച്ചു വെക്കാനുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ. വണ്ടി നമ്മളെ പ്രാർത്ഥനയോട് എവിടെങ്കിലും കണ്ടെങ്കിൽ ഉണ്ട് എന്നുള്ള അവസ്ഥ. ഇനി സൈന്യത്തിന്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനത്തെ ആയുധങ്ങൾ പോയിന്റ് അടിയിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പൊ അവസരം തന്നാൽ തീർച്ചയായിട്ടും ആ മൺകൂനന്റെ ഏരിയത്ത് പോയി നോക്കാനും ആയങ്ങൾ ഉണ്ടെങ്കിൽ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ് ഞങ്ങൾ 4-5 ആളുകൾ. അത് ഞങ്ങൾ ചെയ്ത് ബോട്ട് നമ്മളെ സഹോദരൻ ഈ വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ 5 ദിവസമാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു മനുഷ്യ ശരീരം, അതായത് അരിപ്പാറ, പതങ്ക, ഓമശ്ശേരി ആ ഭാഗങ്ങളിലെ ഞങ്ങളുടെ നാടിൻ്റെ 5 ദിവസം വരെ വെള്ളത്തിൻ്റെ അടിയിൽ വെക്കും. വെള്ളം 5 ദിവസത്തിന് ശേഷം വെള്ളം അതിപ്പോൾ ആരാവട്ടെ നിങ്ങളാവട്ടെ ഞാനാവട്ടെ ഉയർത്തി കാണിച്ചു തരും. നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വരും. അപ്പം നമ്മൾ തരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിക്കണം. അപ്പം നമ്മൾ വീണ്ടും കാണില്ല. ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും. പിന്നെ അത് പൊന്തൂല. ഇല്ല, ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട്. നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരനല്ല, ആ കുടുംബം കാത്തു നിൽക്കുകയാണെന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ ഞങ്ങൾ ആ പുഴയിൽ ഇറങ്ങും. ഇത് തന്നെയെങ്കിലും നോക്കാന്നുള്ളത്. രക്ഷപ്പെടട്ടെ, പ്രാർത്ഥിക്കുക. പക്ഷേ ഇവിടെ എത്തിയിട്ട് അങ്ങനെയാണ് സാർ. എന്താ ചെയ്യുക? ഒരു പ്രതീക്ഷകളില്ലാത്ത അവസ്ഥ. പിന്നെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ കാണു തോന്നുന്നത്. ഇല്ല ഈ നിമിഷവും കിട്ടിയില്ലല്ലോ. MLA ഒക്കെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടും കൊണ്ടിരിക്കുക. ബന്ധപ്പെടാത്തല്ല, ഇതിന് കേരളം മൊത്തമാണ് സംസാരിക്കുന്നത്. സാധാരണക്കാർ അവിടെ കുത്തി. അപ്പോൾ ഇത് കേട്ടിടത്തോളം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും എന്തോ കാര്യമായിട്ടുള്ള മിസ്റ്റേക്കോ തെറ്റുകളോ ഒക്കെ സംഭവിച്ചിരിക്കുന്നത്. ഒളിച്ചു വെക്കാനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് സംശയം തോന്നുന്നു. കാരണം ആരെയും അടുപ്പിക്കാത്തത് എന്തൊക്കെയോ ദുരൂഹതകൾ വന്ന് മണക്കുന്നുണ്ട്. 3-4 ദിവസം കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒഫീഷ്യൽ ദൗത്യ സംഘങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് നമ്മൾക്കൊന്ന് കേട്ടു നോക്കാം. ഇന്ന് വൈകുന്നേരം വരെ ലാൻഡ് വൈകിട്ടേ പോകുന്നുള്ളൂ. നമ്മളെന്തായാലും ഇന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ വൈകിട്ടേ തിരിച്ചു പോകുന്നുള്ളൂ. കാരണം ഇന്ന് ഉച്ചവരെ നമുക്ക് അവിടെ അലോഡായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളെല്ലാവരും മുഴുവൻ കേരളത്തിലുള്ള റെസ്ക്യൂ ടീമിനെയും പുറത്താക്കിയിട്ടുണ്ട്. പുറത്താക്കാന്ന് പറയുമ്പോൾ ഇനി മാൻ പവർ ആവശ്യമില്ല എന്നുള്ളൊരു സാഹചര്യമാണ്. അല്ല ഇന്ന് കൂടുതൽ ആളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ചിലപ്പോൾ കളക്ടറുടെ ഓർഡർ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. DC ഓർഡർ ഉള്ള കാരണം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വരുന്ന ആളുകളുടെ സെക്യൂരിറ്റിയും കൂടെ വേണമല്ലോ. മണ്ണിടിഞ്ഞ് വരാനുള്ള ചാൻസ് ഇനിയുണ്ട്. അപ്പൊ ആള് കൂടിക്കഴിഞ്ഞാലും അത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് അതെ, പിന്നെ ഇപ്പം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്യാന്നുള്ളൊരു സംവിധാനം ഐഡിയ പറയുന്നുണ്ട്. പക്ഷെ അത് ഏതാണ്ട് ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പത്തിൽ ലോഹങ്ങൾ എന്തെങ്കിലും എത്തുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ നമ്മളെ ആരെയും മലയാളികളായിട്ടുള്ള റെസ്ക്യൂ ടീമിനാരെയും അപ്പോൾ ഈ മണ്ണിടിയാനായിട്ട് സാധ്യതയുണ്ടെന്നൊക്കെ മുൻകരുതലുകളൊക്കെ കൊടുക്കുന്നതും പറയുന്നതൊക്കെ ഈ കർണാടക സർക്കാരിൻ്റെ ഒരു അടവായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് നമ്മുടെ കേരളവും കർണാടകവും തമ്മിലുള്ള വ്യത്യാസം. കേരളത്തിലൊക്കെ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ എല്ലാ കിട്ടുന്ന സഹായങ്ങളും ഉപയോഗിക്കണം, അതൊക്കെ കിട്ടട്ടെ എന്നുള്ള ചിന്താഗതിയാണ് കേരളത്തിലുള്ളത്. പക്ഷേ കർണാടക സർക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഈ ദൗത്യ സംഘത്തെയൊക്കെ അടുപ്പിക്കാതെയും പല പല കാരണങ്ങളും ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ എന്തൊക്കെ തന്നെ ആയാലും വളരെ അധികം പ്രതീക്ഷയോടെയാണ് ഓരോരുത്തരും പ്രാർത്ഥനയോടെ അർജുൻ്റെ ഒരു വാർത്ത കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നത്. പ്രാർത്ഥനയോടെ ഇനിയും നമ്മൾക്ക് അടുത്ത വിവരങ്ങൾ കിട്ടുന്നത് വരെ കാത്തിരിക്കാം. ഇതോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.